സുഖമല്ലേ? ഉസ്താദിന്റെ പേരെന്ത് പറയാം? അബ്ദുറഹ്മാൻ അല്ലേ? ഉസ്താദ് വർക്ക് ചെയ്യുന്നത് മെന്റലിസത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എവിടെയെങ്കിലും? ആദ്യമായിട്ടാണ് അല്ലേ? അപ്പോ മെന്റലിസം എന്ന് പറഞ്ഞാല് ഒരാളുടെ മനസ്സ് വായിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ട്രൈ ആണ്, ഒരു ആർട്ട് ഫോം ആണ്. അപ്പൊ ഞാൻ ഇത് എങ്ങനെ പറ്റൂല എന്നുള്ളതാണ് ഉസ്താദിനെ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഉസ്താദിന് പേടിയൊന്നുമില്ലല്ലോ? കാരണം ഉസ്താദിന് മനസ്സിലുള്ള പല കാര്യങ്ങളും ഞാൻ എടുക്കാൻ പോവാണ്. പലതും എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ് വിശ്വസിക്കുവോ? വിശ്വാസം ഉണ്ടാവും? നോക്കല്ലേ പറ്റൂല എന്നുള്ളത്. അപ്പോ ഇപ്പൊ ഉസ്താദിന്റെ മനസ്സിലുള്ളത് ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ ഒരു വസ്തുവാണോ? ഒരു വസ്തുവാണ്. ഓക്കെ, അപ്പൊ ആ വസ്തു മാത്രം മനസ്സിലേക്ക് ഇങ്ങനെ ഇമാജിനേഷൻ വെച്ച് കൊണ്ടുവരാം. എനിക്കത് കിട്ടോ ഇല്ല, നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വസ്തു തന്നെയാണോ ഉസ്താദിന്റെ മനസ്സിലുള്ളത്? പരിചയമുള്ളതാണല്ലേ? അപ്പൊ ഞാൻ നോക്കാം. അത് പിന്നെ ഇങ്ങനെ പ്രകൃതിയിലുള്ളതാണ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന സംഭവമാണ്. അപ്പൊ ഞാൻ ഉസ്താദ് പറഞ്ഞ മാത്രം ഉസ്താദ് ഇമാജിനേഷൻ ചെയ്യാം. ഉസ്താദ് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് പല രൂപത്തിൽ കാറ്റഗറി ഉണ്ടാവും. സൂപ്പർ മാർക്കറ്റ് ആകുമ്പോൾ അങ്ങനെയല്ലേ? ചില ഒരു ഭാഗത്ത് പച്ചക്കറി ഉണ്ടാവും, ഒരു ഭാഗത്ത് ഫ്രൂട്ട്സ് ഉണ്ടാവും, ഒരു ഭാഗത്ത് കൂൾ ഡ്രിങ്ക്സ് ഉണ്ടാവും, ഒരു ഭാഗത്ത് സാധാരണ നമ്മുടെ അരി പഞ്ചസാര അങ്ങനെ ഉണ്ടാവും. ഉസ്താദ് നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് ചെല്ലുന്നു. അവിടെ നിന്ന് ഉസ്താദ് ഉദ്ദേശിച്ച ഭാഗത്തേക്ക് ഉസ്താദ് തിരിയുന്നു. അത് പഴാവാം, പച്ചക്കറിയാവാം, ഏതാവാം. ഉസ്താദ് ഉദ്ദേശിച്ച വസ്തു അതിലേക്ക് മാത്രം ഉസ്താദ് ശ്രദ്ധിച്ചുകൊണ്ട് അതിന് മാത്രം വിചാരിച്ചുകൊണ്ട് ഉസ്താദ് അങ്ങോട്ടേക്ക് നടക്കുന്നുണ്ട്. ഇപ്പൊ നടന്ന് ഉസ്താദ് ആ വസ്തുവിനടുത്തെത്തി. ഇനി ആ വസ്തു ആക്ഷൻ ഒന്നും കാണിക്കേണ്ട, ആ വസ്തു ഉസ്താദ് എടുക്കുന്നതായിട്ടൊന്ന് സങ്കല്പിക്കാം. ആ വസ്തു എടുക്കുന്നതായിട്ടൊന്ന് സങ്കല്പിക്കാം. സങ്കല്പിച്ചു. എന്നിട്ട് ഇനി ആ വസ്തുവിനെ ഉസ്താദ് അത് പിന്നെ ഒരു വസ്ത്രം ഇടുന്നതാണെങ്കിൽ ഇടുക, അല്ലെങ്കിൽ മുറിക്കുന്നതാണെങ്കിൽ കുടിക്കുന്നതാണ്, തിന്നുന്നത് എന്താണെന്നുള്ളത് മാത്രം മനസ്സിൽ വിചാരിക്കാം. അതില് തിന്നുന്ന വസ്തുവാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അതിനെ കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാം. പിന്നെ അത് തിന്നുന്ന സാധനം അല്ലേ? ഇപ്പോ അതിന്റെ നിറം അല്ലെങ്കിൽ അതിന്റെ മണം ഉണ്ടെങ്കിൽ മണം മാത്രം ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക. അതുമായിട്ട് ഇപ്പൊ ആ സാധനമാണ് ഉസ്താദ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ തിന്നാണെങ്കിൽ തിന്നുകൊണ്ടിരിക്കുന്നു, കുടിക്കുകയാണെങ്കിൽ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ആ സംഭവമായിട്ട് ഉസ്താദ് ഇങ്ങനെ വിളിക്കുന്നത് അത് തിന്നാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ടേസ്റ്റ്, അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അതൊന്നിങ്ങനെ വളരെ മനോഹരമായിട്ട് അതിന്റെ എല്ലാ ടേസ്റ്റുകളും ആസ്വദിച്ചിട്ട് ഇങ്ങനെ തിന്നതായിട്ട് സങ്കല്പിച്ചോ. ഓക്കെ, ഞാനത് പറഞ്ഞു നോക്കാം. ഏകദേശം റെഡിയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, കഴിയുന്നല്ലോ. ഇനി ആ വസ്തുവിന്റെ പേര് മാത്രം എന്റെ മനസ്സിൽ മാത്രം പറയാം. വായി പറയണ്ട, ചുണ്ടനക്കണ്ട, കണ്ണിലേക്ക് മാത്രം നോക്കിയിട്ട് ആ വസ്തുവിന്റെ പേര് മാത്രം ഒന്ന് പറയാൻ ശ്രമിക്കുക. ഓരോ അക്ഷരം അല്ലെങ്കിൽ അക്ഷരമായിട്ട് അല്ലെങ്കിൽ വാക്കനായിട്ട് ഒന്നിങ്ങനെ. ഞാൻ കൺഫ്യൂഷൻ ഒരു അക്ഷരം പറയാം. അതിലുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. എസ് ഇതിലുണ്ടോ? എസ് എന്ന് പറയുന്ന അക്ഷരം ഇല്ല. ഓക്കെ, അപ്പോൾ ഫെയിലാവും. എന്നാലും ആ വാക്കൊന്നുകൂടെ ഒന്ന് കണ്ണാടി ഒന്ന് മാറ്റി ചെറിയൊരു പ്രശ്നമാണ്. അത് ആ വാക്ക് മാത്രമായിട്ടൊന്നും ഇങ്ങനെ പറയാൻ ശ്രമിക്കും. ഐസ്ക്രീമാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി വേറെ കാര്യങ്ങൾ എനിക്ക് പറയണം വേണ്ടല്ലേ? അപ്പൊ എന്തായാലും ഉസ്താദ് നേരത്തെ ഉസ്താദിന് ഫ്രീ ആയിട്ട് ചൂസ് ചെയ്തൊരു കടലാസ് ഉണ്ട്. അതും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ? ഇല്ലെങ്കിൽ ഉസ്താദിന് എങ്ങനെ തോന്നണ്ട? ഇല്ല, ഉസ്താദ് ഫ്രീ ആയിട്ട് ചൂസ് ചെയ്ത സംഭവമാണല്ലേ, വസ്തുവാണല്ലേ? അപ്പൊ എന്തായാലും അതൊന്ന് തുറന്നു നോക്കി അതിൽ എന്താണ് ഉള്ളത് എന്നൊന്ന് ക്യാമറ കാണിച്ചാൽ. ഏതാണ്? ഐസ്ക്രീം ആണ് അല്ലേ? അപ്പൊ എന്തായാലും താങ്ക്സ്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് എന്താണ് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നിയിരുന്നു, എനിക്ക് ഇത് അറിയാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ടോ മനസ്സിൽ ഐസ്ക്രീം ആണെന്നുള്ളത്? ഇല്ലല്ലോ, നിങ്ങൾ ഫ്രീ സെലക്ട് ചെയ്തതല്ലേ? ഓക്കെ, എന്തായാലും താങ്ക് യു. അസ്സലാമു അലൈക്കും.